മാനസിക പക്വത എത്താത്തവർക്കായുള്ള ദേശീയ ദിനമാണ് ഇന്ന്. ഏത് വ്യക്തിയെയും തകർക്കുന്ന, വേദനിപ്പിക്കുന്ന അവഗണന സമൂഹത്തിലേറെ അനുഭവിക്കുന്നവരാണ് ഇത്തരക്കാർ. എന്നാൽ ഇതിനപ്പുറം സാന്ത്വനത്തിന്റെ ചെറുതെങ്കിലും ശ്രദ്ധേയമായ സാന്നിധ്യം മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോഴൊക്കെ. നിർധനരായ മാനസിക രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സന്നദ്ധ സംഘടനയാണ് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്ന MHAT. 4 ജില്ലകളിൽ MHATന്റെ പ്രവർത്തനം ഇപ്പോൾ സജീവമാണ്. MHATന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അതിഥി നമുക്ക് പങ്കുവയ്ക്കും. MHATന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ മൃദുല മാത്യു ആണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായെത്തുന്നത്. മൃദുല, മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. മൃദുല, ഈ മാനസിക പക്വത കൈവരിക്കാത്തവർ അവരെ എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കാനാവുക, എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? മാനസിക പക്വത എത്താത്തവരുടെ മാനസിക പക്വത നിർണ്ണയിക്കുന്നതിനായി ധാരാളം ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ടെസ്റ്റ് ചൂസ് ചെയ്ത് അത് അഡ്മിനിസ്റ്റർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ സാധാരണ IQ കോഷ്യൻ്റ്, അതായത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് 70-ന് താഴെ വരുന്നതാണ് മാനസിക പക്വത എത്താത്തവരായി കണക്കാക്കുന്നത്. 50 തൊട്ട് 69 വരെ മൈൽഡ് കാറ്റഗറിയിലും 35 വരെ 49 വരെ 35 തൊട്ട് 49 വരെ മോഡറേറ്റ് കാറ്റഗറിയിലും 34-ന് താഴെ സിവിയർ ആൻഡ് പ്രൊഫൗണ്ട് കാറ്റഗറിയിലുമാണ് നമ്മൾ മാനസിക വൈകല്യം നിർണ്ണയിക്കുന്നത്. മൃദുല, സാധാരണ രീതിയിൽ ഉള്ളതിനേക്കാട്ടിലും അധികമായി മാനസിക പക്വത കുറഞ്ഞ കുട്ടികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് എത്രത്തോളം ശരിയാണ്? എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? അത് വളരെ ശരിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വികസിത രാജ്യമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളോ വിദഗ്ധ പരിശീലനമോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നില്ല. 2011 സെൻസസ് പ്രകാരം ഏകദേശം 5.6% ആളുകൾക്ക് മാനസിക വൈകല്യം ശരിക്കും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് പല കാരണങ്ങളാണ്. പ്രധാനമായിട്ടും വരുന്ന കാരണങ്ങൾ ജനിതകപരമായ കാരണങ്ങൾ, അതായത് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ്, ഡൗൺ സിൻഡ്രം, ഫ്രഗൈൽ എക്സ് ക്രോമോസോം സിൻഡ്രം, അങ്ങനെയൊക്കെയാണ്. പിന്നെ വരുന്ന കാരണം പ്രസവ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ, പ്രിമച്വർ ബർത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിക്കുള്ള ഓക്സിജൻ സപ്ലൈ, ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കട്ടാകുന്ന രീതിയിൽ എന്തെങ്കിലുമുള്ള കോംപ്ലിക്കേഷൻസ് വരിക, അല്ലെങ്കിൽ ഗർഭധാരണ സമയത്ത് അമ്മയുടെ മാൽ ന്യൂട്രീഷൻ, ഇവയൊക്കെയാണ് ശരിക്കും പ്രസവ ഉണ്ടാകുന്ന മാനസിക വൈകല്യത്തിന് കാരണങ്ങൾ. പിന്നെ വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ബാല്യകാലത്തെ എന്തെങ്കിലും ശാരീരിക രോഗങ്ങൾ, അതായത് മെനിഞ്ചൈറ്റിസ്, അപസ്മാരം തുടങ്ങിയ രോഗങ്ങളും മാനസിക വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികവും സാംസ്കാരികപരമായ കാരണങ്ങൾ, അതായത് ഒരു കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹവും സംരക്ഷണവും കിട്ടിയില്ലെങ്കിൽ കൂടി മാനസിക പക്വത എത്താത്ത കുട്ടിക്കായിരിക്കും അവർ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് മാനസിക വൈകല്യം കൂടി വരാനുള്ള കാരണം. മൃദുല, സാധാരണ ഇത്തരം ആളുകളെ ചികിത്സിക്കാനായി പോകുമ്പോൾ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് ഏത് വിധത്തിലുള്ളവരെയാണ് ഇങ്ങനെ പ്രധാനമായും അഭിമുഖീകരിക്കേണ്ടി വരിക മൃദുല പോലെയുള്ളവർക്ക്? ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ മാനസിക രോഗിക ചികിത്സയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പല 3000-ഓളം വരുന്ന നമ്മുടെ പല പേഷ്യൻസിലും 100-ഓളം വരുന്ന പേഷ്യൻസിൽ ഈ തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാനസിക വൈകല്യത്തിൻ്റെ കൂടെ അപസ്മാരം, അല്ലെങ്കിൽ സൈക്കോസിസ് തുടങ്ങിയ മാനസികമായ രോഗങ്ങളും കൂടെ ആണ് ഇവരുടെ മാനസിക വൈകല്യത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. നമ്മൾക്ക് ചികിത്സിച്ച് എന്ത് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് കൊടുക്കാൻ പറ്റുക. അതുവഴി അവരുടെ മാനസിക രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കൽ പോലും മാനസിക വൈകല്യത്തെ നിയന്ത്രിക്കാൻ മരുന്നുകൊണ്ട് സാധിക്കില്ല. ഒരിക്കലും മരുന്നുകൊണ്ട് മാറുന്ന അവസ്ഥയല്ല.
അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റിയ അവർക്ക് വിദഗ്ധമായ പരിശീലനം, നൂതന സംവിധാനം ഉപയോഗിച്ചുള്ള പരിശീലനം കൊടുക്കുക, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക. പക്ഷേ ആ വിദഗ്ധ പരിശീലനം നേടിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയാണ്, അവർ പിന്തള്ളപ്പെടുകയാണ്. മൃദുല പറഞ്ഞത് വളരെ ശരിയാണ്. ഒരിക്കലും മാനസിക വൈകല്യം പൂർണ്ണമായും മരുന്നുകൊണ്ട് നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഒരുപക്ഷെ രോഗം മാറിയാൽ പോലും അവർക്ക് രോഗം മാറി, അവർ നമ്മളിൽ ഒരാളാണ് എന്ന രീതിയിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ സമൂഹത്തിന് കഴിയുന്നില്ല. ഈ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റാനാകും? മാനസിക വൈകല്യം ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. അത് ജന്മന അല്ലെങ്കിൽ 18 വയസ്സിന് മുമ്പേ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ രോഗങ്ങളെ മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റൂ, മാനസിക വൈകല്യത്തെ ചികിത്സിച്ച് ഭേദമാക്കാവില്ല. പക്ഷേ നമുക്ക് അവരെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാറ്റഗറീസ് ഉണ്ട്. ഇപ്പം മാനസിക വൈകല്യം എന്ന് പറഞ്ഞാൽ സിവിയർ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതുണ്ട്. അപ്പോൾ ഓരോ അവസ്ഥയിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്കൊരിക്കലും നമ്മളെപ്പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയെപ്പോലെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വേണ്ടത്ര പരിശീലനം കൊടുത്ത് അവരെ സമൂഹത്തിന് മുഖ്യധാരയിൽ എത്തിക്കുക. മാത്രമല്ല മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അവരെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണ ക്യാമ്പുകൾ നമുക്ക് നടത്താവുന്നതാണ്. അതിനൊക്കെ ഗവൺമെൻറ്റും സമൂഹവും ഒക്കെ ചുക്കാൻ പിടിക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മൃദുല, ഈ ഒറ്റപ്പെടൽ ഒഴിവാക്കുക എന്നൊക്കെയാണ് നമ്മൾ ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ മറ്റെന്തൊക്കെ പ്രാധാന്യം ഈ ദിനാചരണത്തിനുണ്ട്? എന്തൊക്കെ പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചെന്നാൽ, മാനസിക വൈകല്യമുള്ള കുട്ടികളെ ശരിയായ മുഖ്യധാരയിൽ എത്തിക്കുക, അവർക്കും ഒരു സമൂഹത്തിൽ ഒരു റോള് കൊടുക്കുക, അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക. മാത്രവുമല്ല എങ്ങനെയൊക്കെ നമുക്ക് ഇത് തടയാം, ഇത് പല രീതിയിൽ നമുക്ക് തടയാൻ പറ്റും. പ്രൈമറി ലെവൽ, അതായത് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസവ സമയത്ത് അവർക്ക് എന്തെങ്കിലും അമ്മമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാൽന്യൂട്രീഷൻ വഴിയും ഒക്കെ ഈ ഒരു അവസ്ഥ വരാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി ലെവൽ ഈ ഒരു മാൽന്യൂട്രീഷൻ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക. മാത്രവുമല്ല പല രീതിയിലുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡറി ലെവൽ, അതായത് അവസ്ഥ വന്നതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് തടയാന്നുള്ളത്, ഇത് വളരെ മുൻപ് തന്നെ, അതായത് ജനിക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ കുട്ടിക്ക് എന്തോ ഒരു വളർച്ചയിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക, അതിന് വേണ്ട പരിശീലനം കൊടുക്കുക. മെൻ്റൽ ഹെൽത്ത് എംഹാറ്റിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ നടത്തുന്നത്? എംഹാറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ റീഹാബിലിറ്റേഷൻ സൗകര്യമുണ്ട്. നമ്മൾ മാനസിക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ നടത്തുന്നത്. പക്ഷേ നമ്മുടെ പല പേഷ്യൻസും മാനസിക രോഗത്തോടൊപ്പം ഈ ഒരു മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുമ്പോൾ ശരിക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുക്കാറുണ്ട്. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ തുടങ്ങിയ രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. തീർച്ചയായും. പക്ഷേ ഞാൻ നേരത്തെ ഇപ്പോൾ തന്നെ വിദഗ്ധ പരിശീലനം ലഭിച്ച ആൾക്കാർ കുറവാണ്. അതിനാൽ പൂർണ്ണമായ രീതിയിലൊരു അവരെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള വഴി ശരിക്കും തെളിയുന്നില്ല. തീർച്ചയായും മൃദുല, മാനസിക പക്വത എത്താത്ത ആൾക്കാരുടെ ദിനാചരണമാണ് ഇന്ന്. അതിൻ്റെ പ്രാധാന്യമാണ് ഇന്ന് മൃദുല നമ്മളെ അറിയിച്ചത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എംഹാറ്റിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് മൃദുല.